എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ വ്യക്തമായി വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ദൈവത്തിൻ്റെ മക്കൾ മനുഷ്യവർഗം തന്നെയാണ്. ജഡവും രക്തമുള്ള മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ദൈവ അവതാരത്തിലിരിക്കുന്ന സർവശക്തനാകുന്ന ദൈവം ഒരു മനുഷ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് ഒരു മനുഷ്യൻ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളും വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നാം യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തത് നമുക്ക് പലതും, അല്ലെങ്കിൽ ക്രൂശിൽ മരിച്ചത് നമുക്ക് പലതും തരാൻ വേണ്ടിയിട്ടാണ്, പല അവകാശങ്ങളും പല അധികാരങ്ങളും തരാൻ വേണ്ടിയിട്ടാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്നു. 33 വർഷം ഭൂമി ജീവിച്ചു. മനുഷ്യവർഗത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി നമ്മുടെ സകല പാപങ്ങളും രോഗങ്ങളും മരണവും യേശുക്രിസ്തു തൻ്റെ ക്രൂശിൽ ചുമന്നു. അതാണ് സത്യം. അന്ന് നമ്മൾ വ്യക്തമായി വിശ്വസിക്കണം, യേശുക്രിസ്തു തനിക്ക് വേണ്ടി വന്നതല്ല, നമ്മൾക്ക് വേണ്ടി വന്നതാണ്. നമ്മുടെ പാപത്തിന് വേണ്ടി വന്നതാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി, പാപം ചെയ്യിപ്പിക്കാറില്ല, പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വന്നത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ നിയോഗമാണ് പാപികൾക്ക് വേണ്ടി, സകല പാപികളുടെയും പാപശിക്ഷകൾ അത് ഏറ്റെടുക്കുന്ന പിതാവിൻ്റെ വാഗ്ദത്തമായിരുന്നു. അങ്ങനെ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ചു. 33 വർഷത്തിൽ കർത്താവ് സകല ലോകത്തിലെ എല്ലാ മനുഷ്യൻ്റെ പാപങ്ങളെയും താൻ ഏറ്റെടുക്കുകയും, എന്താണ് ഏറ്റെടുത്തത്? പാപങ്ങളുടെ